ഒരു പാടില്ലാത്ത കാര്യമാണ്. കാരണം കേരളത്തിൻ്റെ പരിസ്ഥിതി ഇപ്പോഴേ മഹാമോശമാണ്. നമ്മുടെ ഭൂമി നഷ്ടപ്പെടുന്നു. അപ്പം മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്നതൊക്കെ കൂടി ഈ തൊലി പോയ മുറിവേറ്റ ശരീരം പോലെയാണ് നമ്മുടെ നാട്. എവിടെ നോക്കിയാലും കോറികളാണ്. കൃഷിഭൂമിയൊക്കെ തരിശായി പോയി. അത് കഴിഞ്ഞിട്ടിപ്പോൾ ഏറ്റവും അവസാനത്തെ ഒരു ആശ്രയം എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ജലധാരകളാണ്. നദികളൊക്കെ ഇപ്പോൾ ചളി പിടിച്ച് പോയി. ഇനി ഭൂഗർഭജലം മാത്രമേ ഉള്ളൂ. അത് തന്നെ കുടിക്കാൻ വേണ്ടത്രയില്ല. അതെടുത്തിട്ട് ഇങ്ങനെ കള്ളുണ്ടാക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നണില്ല. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. അതിൽ ഒരു തരത്തിലുള്ള പരാമർശവും ആ രീതിയിലല്ല വരുന്നതെന്നർത്ഥം. നമ്മുടെ നാട് എന്നുള്ളത് നാളില്ലാണ്ടായി പോവോ എന്നൊരു ഭീതി. പിന്നെ പോലത്തെ ഒരാൾക്ക് 86 വയസ്സായി. എനിക്ക് ഈ ലോകം മുടിഞ്ഞ് പിന്നെ കള്ളി വന്നിട്ട് പ്രാർത്ഥിച്ച് കടന്നു പോകാം. പക്ഷെ അത് പറ്റുന്നില്ല. കാരണം നമ്മളിലെ ഒരു അച്ഛനും ഒരു അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ. നാളെയും ഇവിടെ കുട്ടികളുണ്ടാവില്ല. അവർക്ക് കഴിയണ്ടേ? നമ്മുടെ നാടല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവർ അത് ഏറ്റെടുക്കണം. അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അത് രാഷ്ട്രീയം കൊണ്ട് പറയുന്നതല്ല എന്നർത്ഥം. നമുക്കത് വേണ്ട. നമ്മുടെ നാട്ടിൽ ഇനിയുള്ള സൗഭാഗ്യങ്ങളെങ്കിലും നഷ്ടപ്പെടാതെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റണം. അല്ലെങ്കിൽ അത് പറ്റിക്കണം. അത് അത്രയും അല്ല, അത് ജനങ്ങളുടെ ആവശ്യമുള്ള ബലത്തിൽ അല്ലെങ്കിൽ ആവശ്യമുള്ള അളവിൽ അതിനെതിരായിട്ട് പ്രതികരണം വരാത്തത് കൊണ്ടാണ്. ഒരു സർക്കാരിനും നമ്മുടെ വ്യവസ്ഥിതിയിൽ മതിയായ അളവിൽ ജനങ്ങളുടെ പ്രതിഷേധം വന്നാൽ ഒരു കാര്യം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മിണ്ടായിരിക്കുന്നതുകൊണ്ട്, മഹാഭൂരിപക്ഷവും മിണ്ടായിരിക്കുന്നതുകൊണ്ട് മൗനം സമ്മതമാണ് എന്നൊരു ധാരണ എങ്ങനെയോ വന്നു പെടുന്നതായിരിക്കാം സത്യത്തിൽ. അതുകൊണ്ട് വേണ്ടത്ര അളവിൽ ആളുകൾക്ക് പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഇത് ശരിയായിട്ടും എല്ലാ അർത്ഥത്തിലും സംഭവിക്കാതെ കഴിയും എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് ഈ വക ഒന്നിലും ഒരു കാര്യത്തിലും ഒന്നും പറയാത്ത ഞാൻ ഇനി മിണ്ടാണ്ടിരിക്കാൻ വയ്യ എന്ന് തീർച്ചയായിട്ടാണ്. അതാണ് മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് വിതുരർ അവസാനം പറഞ്ഞതുപോലെ പറയേണ്ടി വന്നത് അതുകൊണ്ടാണ് എന്നർത്ഥം. അത് എന്തായാലും ഇല്ലാതെ പോകട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അവിടെ നാളെയുള്ള കുട്ടികൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാവട്ടെ എങ്ങനെയെങ്കിലും. അവർക്ക് മദ്യം കുടിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. വെള്ളം കുടിച്ചാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിന് പകരം കള്ള് കുടിക്കണം എന്ന് പറയാനോ, അല്ലെങ്കിൽ അതും ഈ കമ്പനിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. ഹരിയാനയിൽ അവർക്കെതിരെ കേസുണ്ട്. ഡൽഹിയിലും മദ്യത്തിൻ്റെ എന്തോ തരത്തിലുള്ള കാര്യത്തിൽ അപകടത്തിലായിട്ട് അറസ്റ്റിലായ ഒരാളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു കമ്പനിയെ വിളിച്ചിട്ട് എന്തിനാണ് ചെയ്യിക്കേണ്ട കാര്യമുള്ളത്? ഇവിടെ ഇപ്പോൾ നാട്ടിൽ കള്ള് കിട്ടാത്തതുകൊണ്ട് ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യത്തിനൊക്കെ കള്ള് കിട്ടാറുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇനി നമുക്ക് ഡിഷ് ആവശ്യം പോലെ എവിടെന്നെങ്കിലും സ്പിരിറ്റ് കടത്തി നമുക്ക് ബോട്ടിൽ ചെയ്തുണ്ടാക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വാസ്തവത്തിൽ. അതുകൊണ്ട് ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്കല്ല, നമ്മുടെ നാടിൻ്റെ ഒരു മനസ്സാക്ഷി ഉണ്ടല്ലോ, അതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള സൗഭാഗ്യങ്ങളെങ്കിലും കളയാതെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ നാട് നാളെ ഇല്ല. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. ഇനി നാടില്ല കേരളീയരുടെ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകുമെന്ന് എനിക്ക് ഭയമുണ്ട്. ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കൂടി വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ വിദ്യാർത്ഥി 15 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് ഏറ്റവും ക്രൂരമായ റാഗിങ്ങാണ് കാരണം എന്നാണ് പറയുന്നത്. എന്തായിരിക്കാം പുതിയ കുട്ടികളെ എങ്ങനെ നയിക്കുന്നതെന്ന് കരുതുന്നത്? അത് ഈ സമുദായത്തിൽ ശിഥിലീകരണത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് വാസ്തവത്തിൽ. ഒരു വ്യക്തിയും തമ്മിൽ ഒരു ബന്ധമില്ലാണ്ടായാൽ ആ സമൂഹത്തിന് എന്താ പറയുക? എല്ലാ വ്യക്തികളും തമ്മിലുള്ള ബന്ധം അടിസ്ഥാനപരമായിട്ടാണെങ്കിലും നേരിട്ട് പരിചയമല്ലാതെ ആണെങ്കിലും നിലനിന്ന് പോകുന്നൊരു സമൂഹമാണ് നല്ല സമൂഹം എന്നാണ് പറയുക. അതൊരു 50% വരെ ആയാലും നിന്ന് പൊറുക്കാൻ പറ്റും. അതിൽ താഴേക്ക് പോകുമ്പോൾ വ്യക്തികളോടൊരു ബന്ധമില്ലാണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തി ഇല്ലാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്നൊരു തോന്നലിലേക്ക് പോകാൻ പിന്നെ ഏറെ ദൂരം പോണ്ട. നമ്മളിപ്പോൾ ആ ഒരു സ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. സമൂഹം ജാതിയായിട്ട്, മതമായിട്ട്, കക്ഷിയായിട്ട്, മറ്റെന്തെല്ലാമൊക്കെ ഉണ്ടോ അതൊക്കെ ആയിട്ട് ഒക്കെ പങ്കുവെച്ച് എല്ലാം ക്ഷുദ്രമായിട്ട് ഏറ്റവും അങ്ങേയറ്റത്തെ ശിഥിലീകരണത്തിൻ്റെ വക്കത്ത് നിൽക്കുകയാണ്. ഇതാണ് കാരണം.